ഹായ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ ആയിട്ട് ഞങ്ങൾ ചെറിയൊരു കുക്കിങ്ങിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ചിക്കൻ്റെ ഡ്രൈ ഫ്രൈ, ഇതിന് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ സെറ്റ് ചെയ്യാന്നുള്ളത് സിമ്പിൾ പരിപാടി, വേറെ ഒരു ഇതുമില്ല. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടി, ഞാൻ തന്നെ കണ്ടുപിടിച്ച റെസിപ്പിയാണ്. ഈസ്റ്ററായിട്ട് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ് ഒരു ചിക്കൻ കറി പടയ്ക്കാമെന്ന്. അപ്പോൾ സംഭവം എന്തായാലും നന്നായിട്ടുണ്ട്, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ആ തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാം. ഞാൻ ആദ്യം ഓരോന്നൊക്കെ ഇട്ടിരുന്നത്, പിന്നെ ഞാൻ ഒന്ന് ദിവസം ട്രൈ ചെയ്ത് നോക്കിയതാണ്. എല്ലാം കൂടി ഒരുമിച്ചിട്ടൊരു പരിപാടി, സംഭവം ക്ലിക്കാണ്. അപ്പോൾ അതേ എല്ലാവരും കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണവർക്കൊക്കെ എൻ്റെ ലെവലിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ പരിപാടിയാണ്. അപ്പോൾ തുടക്കത്തിൽ ചെയ്യുന്നവർക്കൊക്കെ സൂപ്പറായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഇതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാനിത് ടാഗ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാൻ പറ്റുക, കാരണം വേറെ ഒരു റിസ്ക്കും ഇല്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. കുറച്ച് ക്ഷമ വേണമെന്നുള്ളൂ, അവസാന ഘട്ടത്തിൽ കുറച്ച് ക്ഷമ വേണമെന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈസ്റ്റർ അടിച്ച് പൊളിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതേ സംഭവം സെറ്റായിട്ടുണ്ട്, എല്ലാം ചേർത്ത് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഈസ്റ്ററിന് ചിക്കൻ ഡ്രൈ ഫ്രൈ ഞങ്ങളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ പാചകമാണ് ഒരു കറി. ബാക്കിയൊക്കെ അടുക്കളയിൽ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ കാണുന്നവർക്ക് കാണാം, ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് അടിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഡേ ഇങ്ങനെ വരും ചിക്കൻ. അവസാനം നല്ല ഡ്രൈ ആയി വെള്ളമൊക്കെ പറ്റിപ്പോയി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ബ്ലാക്ക് കളറിൽ ഇതാ. അപ്പോൾ എല്ലാവരും ഈസ്റ്റർ അടിച്ച് പൊളിക്കുക. ഓക്കെ, താങ്ക്